ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തും നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുമ്പിൽ കാഴ്ചയിൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തോട് എന്തു ചെയ്തും നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുമ്പിൽ കാഴ്ചയിൽ നിന്റെ മുമ്പിൽ കാഴ്ചയിൽ. യെശയ്യാ 53:5 നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവളല്ല മുറിവേൽപ്പിക്കപ്പെട്ടത്. മനസ്സിലായില്ലേ? അതാണ് വിഷയം. ആരാ മുറിവേൽക്കപ്പെട്ടത്? അവൻ, യേശു. അതാണ് നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഇത്ര നല്ല ദൈവത്തോട് നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുമ്പിൽ കാഴ്ചയിൽ നിന്റെ മുമ്പിൽ കാഴ്ചയിൽ 5-6 മുതൽ വായിച്ചത്. യെശയ്യാ 53:6 വരെ. കർത്താവിൻ്റെ ഈ വചനം കേൾക്കുമ്പോഴേ നമ്മുടെ കണ്ണ് നിറയണം. കാര്യം അത്ര വലിയ ദൈവിക പദ്ധതിയാണ്, രക്ഷാകര പദ്ധതിയാണ് ദൈവം ഈശോയിലൂടെ നിറവേറ്റുന്നത്. അതാണ് ആ രക്ഷകൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാകും. അവൻ്റെ മേലുള്ള രക്ഷയാണ്, ശിക്ഷയാണ് നമുക്ക് രക്ഷ നൽകിയത്. അവൻ നമുക്ക് പകരക്കാരനായി ക്രൂശിക്കപ്പെട്ടു. നമ്മളെ ക്രൂശിക്കപ്പെടും. നമ്മുടെ പാപത്തിന് ശിക്ഷയായിട്ട് നമ്മളെ ക്രൂശിക്കപ്പെടുന്നതിന് പകരമാണ് അവൻ നമ്മുടെ പകരക്കാരനായി. നമ്മുടെ രോഗങ്ങളവൻ ഏറ്റെടുത്തത്. ഭാരങ്ങൾക്ക് വേണ്ടി, പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു. അത് നമ്മൾ ആവർത്തിച്ച് വായിച്ചു നോക്കി. താഴേക്ക് വായിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവിൻ്റെ വലിയ അഭിഷേകം കൊണ്ടാണ് സമയം. 53:6 മുതൽ താഴേക്ക് വായിക്കുക. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. ആടുകളെ പോലെ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഇടത്തോട്ട് വലത്തോട്ട് തിരിയുമെന്ന്. അപ്പം ആടുകളല്ലേ ഇടത്തോട്ടും വലത്തോട്ടും തിരിയണത്. ഓരോരോ പച്ചപ്പ് കണ്ടും കടിച്ചു തിന്നാൻ വേണ്ടി അങ്ങോട്ട് അവരവരുടെ താല്പര്യ ഇംഗിതങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ദൈവത്തിൻ്റെ കാൽപാദങ്ങളും വചനങ്ങളും ദൈവത്തിൻ്റെ പാതകളും നമ്മൾ അപഭ്രംശം സംഭവിച്ചു. അതാണ് ആടുകളെ പോലെ നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവന്റെ മേൽ ചുമത്തി. കാര്യം നമ്മളെ അകൃത്യങ്ങൾ നമ്മുടെ മേൽ ചുമത്തിയിട്ട് കാര്യമില്ല. എന്താ പറയുന്നത്? കാര്യം നമ്മൾ ചെയ്തിരിക്കുന്നത് ആരോടാണ്? ദൈവത്തോടായത് കാരണം നമുക്കത് പരിഹരിക്കാൻ പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാര്യം നമ്മൾ ഒരു മൃഗത്തെ എറിയണതും ഒരു ഡിഗ്നിറ്ററിയനെ എറിയണതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് പരിഹരിക്കാൻ പറ്റത്തില്ല. ശിക്ഷ അപാരമായിരിക്കും. അതുകൊണ്ട് പാപം നിയമലംഘനമാണെന്ന് പറയുമ്പോൾ പാപം വചന ലംഘനമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പാപമാകുന്നത് തിരിച്ച് എത്താൻ നമ്മളെ തടസ്സപ്പെടും. അതാണ് വിഷയം. പിതാവ് ഞാൻ അങ്ങേപ്പക്കൽ നിന്ന് വന്നു, അങ്ങേപ്പക്കലേക്ക് തിരിച്ച് എത്താൻ പറ്റുന്നതിന് ദൈവം നമുക്ക് കറക്റ്റായിട്ടുള്ള വഴികൾ, വചനവും വചനത്തിൻ്റെ വിളക്കുകളും വെച്ചിട്ടുണ്ട്.
അതെല്ലാം മനസ്സിലാക്കിയിട്ട് പോലും നമ്മൾ അംഗീകരിക്കാതെ നമ്മുടെ സ്വന്തം വഴികൾക്ക് പോയി. ഈ സ്വന്തം അതാണ് വായിച്ചമാർക്ക് ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവന്റെ മേൽ ചുമത്തി. അവൻ്റെ മേൽ അവളുടെ മേലല്ല ചുമത്തിയത്, അതാണ് ദൈവികമായ പദ്ധതിയാണ്. മനുഷ്യൻ ചെയ്ത പാപത്തിൻ്റെ പരിഹാരമായിട്ട് യേശു മനുഷ്യൻ്റെ പ്രകൃതി സ്വീകരിച്ചുകൊണ്ട് ആ പ്രകൃതിയിൽ ശിക്ഷ വാങ്ങിച്ചുകൊണ്ട് അതാണ് ദൈവത്തോട് സമാനതയുള്ള ആൾ അത് പരിഗണിക്കാതെ ദാസനായി മരണത്തോളം കുരിശുമരണത്തോളം തന്നെ താഴ്ത്തിയെന്ന് പൗലോസ് പറഞ്ഞ അങ്ങനെയാണ്. ക്രിസ്തുവിലൂടെ നേടിയെടുത്ത രക്ഷ, ആ രക്ഷയ്ക്ക് വേണ്ടി എടുത്ത മനുഷ്യാവതാര രക്ഷാകരമായ പ്രക്രിയകളെ അതാണ് ദുഃഖ വെള്ളിയാഴ്ചകളൊക്കെ നമ്മൾ ആചരിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യണത്. അപ്പം അതാണ് ആരാധന എന്ന് പറയണത്. അത് ദൈവികമായ ദൈവത്തിൻ്റെ തനി സാന്നിധ്യത്തിനാണ് നമ്മൾ ആരാധന കൊടുക്കുന്നത്. ലാട്രിയ എന്നൊക്കെ പറയും, അത് ദൈവശാസ്ത്ര ഭാഷയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഹൈപ്പർധൂളിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിതീഷ്ണ വണക്കം. അത് ആർക്കും കൊടുക്കണില്ല. മിസ്റ്റർ സെബസ്ത്യാനോസിനോ ഔസപിതാവിന് പോലും കൊടുക്കണില്ല. പരിശുദ്ധ അമ്മയ്ക്ക് സഭ കൊടുക്കുന്നത് ഹൈപ്പർധൂലിയ എന്ന് വെച്ചാൽ ഈശോ കഴിഞ്ഞാൽ പിന്നെയുള്ള ഏറ്റവും വലിയ ആരാധനയല്ല, അതിതീഷ്ണ വണക്കം. കൃപാസനത്തിൽ എന്തെല്ലാം തരത്തിലും മാതാവിനെ അതിതീഷ്ണമായി വണങ്ങണത് ദൈവഹിതവാൻ. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും? മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് കിലോമീറ്റർ വെയിലത്തൂടെ പോകും. അതിതീഷ്ണ വണക്കം. എങ്ങനെ പിന്നെ അതല്ലേ മഴവില്ലുമായി അമ്മ നമ്മുടെ കൂടെ വരണത്? നിങ്ങൾ കണ്ടില്ലേ റാലിക്ക് മഴവില്ല് തെളിഞ്ഞത്? എവിടെയെല്ലാം ഉടമ്പടിയുണ്ടോ അവിടെയെല്ലാം ആ മഴവില്ലിൻ്റെ അടയാളങ്ങൾ. അമ്മയുടെ ഏറ്റവും വലിയ രസമെന്ന് പറയണത് അടയാളങ്ങൾ. ഇതുപോലെ ദൈവം അമ്മയ്ക്ക് പ്രത്യേക അധികാരം കൊടുത്തിരിക്കുകയാണ്. എന്താണ്? മനുഷ്യന്മാരുടെ കാര്യത്തിൽ ലളിതമായി ഇടപെടാൻ. ഏറ്റവും വിദ്യാഭ്യാസം, ആധ്യാത്മിക വിദ്യാഭ്യാസം കുറവുള്ളവന് പോലും മാതാവിൻ്റെ സാന്നിധ്യം ഫീൽ ചെയ്യും. കാര്യം മാതാവ് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഫ്രാൻസിൽ ലൂർദ് പള്ളിയിൽ ചെല്ലുമ്പോഴുണ്ട് അതിതീഷ്ണമായ നാർദിൻ സുഗന്ധമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഓരോ പള്ളിയിൽ നിന്ന് 3 പള്ളി ഒറ്റ നില 3 പള്ളിയാണ്. ആ 3 പള്ളിയിലും മാറി മാറി കയറുമ്പോഴൊക്കെ എല്ലാം. അപ്പം ഞാൻ എൻ്റെ കൂടെയുള്ളവർ പറയും അതിതീഷ്ണമായ നാർദിൻ, പുരാതന നാർദിൻ സുഗന്ധത്തിൻ്റെ ഗന്ധമെന്ന് പറയും. അപ്പം ആത്മാവ് പറയും അമ്മയുടെ സാന്നിധ്യം നിന്നെ ബോധ്യപ്പെടുത്തുകയെന്ന് പറയും. അപ്പോൾ എനിക്ക് അതറിയണം. അപ്പോൾ ദൈവം എന്നോട് സംസാരിക്കുന്നത് എനിക്ക് 100 അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ മുറി ചെന്നിട്ട് പറഞ്ഞ് എന്താണ് ലൂർദ് പള്ളി സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഉടനെ ഓപ്പൺ ചെയ്യും. 12:3 കാണിക്കും. 12:3 യോഹന്നാൻ്റെ സുവിശേഷം. മറിയം ഒരു കുപ്പി ആദ്യം സുഗന്ധ തൈലം എടുത്തുകൊണ്ട് അവൻ്റെ പാദങ്ങളിൽ പൂശിയെന്ന്. അപ്പം ഇങ്ങനെ സ്വകാര്യ ബോധ്യങ്ങൾ കിട്ടുന്ന ഒരു 10,000-കണക്കിന് അനുഭവങ്ങളുടെ ആകത്തുകയാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ പലപ്പോഴും ദൈവം നിങ്ങളുടെ പക്ഷത്താണ്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് രശ്മി രാജേഷ്, കൊല്ലം ജില്ലയിലെ ശൂർനാട് നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത്, ഞാനും എൻ്റെ അമ്മയും ഞങ്ങൾ ഒരുമിച്ചാണ് വന്ന് ഉടമ്പടി എടുത്തത് 2022 എൻ്റെ ഉടമ്പടിയുടെ ആദ്യത്തെ ഉടമ്പടിയിലെ നിയോഗമായിരുന്നു. എൻ്റെ മകന് 8 വർഷമായിട്ടുണ്ടായിരുന്ന പനി വരുമ്പോൾ അവന് പെട്ടെന്ന് വീസിങ് ആകുമായിരുന്നു. ഈ അലർജി രോഗം സൗഖ്യമാക്കുന്നതിന് വേണ്ടിയായിരുന്നു എൻ്റെ നിയോഗത്തിൽ ഞാൻ ആദ്യം വെച്ചിരുന്നത്. ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു വട്ടം കൂടി അവന് ഇങ്ങനെ ഈ വീസിങ് വന്നു. ഉടമ്പടി തൈലം ഉപയോഗിച്ച് ദിവസവും വൈകിട്ട് ഞാൻ അവന് കുരിശ് വരയ്ക്കുകയും വിശ്വാസപ്രമാണം ചൊല്ലുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ ഒരു ഇതിലവൻ ഒരു പ്രാവശ്യം കൂടി
ഈ വീസിങ് വന്നു. പിന്നീട് അവന് അങ്ങനെ ഒരു അസുഖമേ ഉണ്ടായിട്ടില്ല. അത് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ടും ഉടമ്പടി തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടുമാണ് ഈ വീസിങ് അവന് പൂർണ്ണമായിട്ടും മാറിക്കിട്ടിയത്. അടുത്തതായിട്ട് എൻ്റെ മകൾക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അവൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഊഞ്ഞാലിൽ നിന്ന് വീണ് അവളുടെ പല്ലുകൊണ്ട് ചുണ്ട് മുറിയുകയും അത് കുറച്ച് ആഴത്തിലേക്ക് മുറിയുകയും ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ മുറിവ് കരിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ആ ചുണ്ടിൻ്റെ അവിടെ ഒരു സിസ്റ്റ് പോലെ വന്നു. ആ സിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളത് ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് സർജറി ചെയ്യണം, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. അങ്ങനെ അത് സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് അത് സ്റ്റിച്ച് ഇട്ടതിൻ്റെ 2 സൈഡും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും സ്റ്റിച്ച് ഇട്ടതിൻ്റെ 2 സൈഡിലായിട്ട് വീണ്ടും 2 സിസ്റ്റ് പോലെ വന്നു. അപ്പോൾ വീണ്ടും ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് മ്യൂക്കസ് സിസ്റ്റാണ്, ഇത് സർജറി ചെയ്യാതെ മാറില്ല, ഇനിയും സർജറി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വീണ്ടും സർജറി ചെയ്യുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലം ദിവസവും ഞാൻ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവളുടെ ചുണ്ടിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലുമായിരുന്നു. അങ്ങനെ ആദ്യമൊന്നും മാറിയില്ല. പക്ഷേ 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആ ചുണ്ടിൽ വന്ന 2 മ്യൂക്കസ് സിസ്റ്റും അത് ചൊട്ടിപ്പോവുകയും സർജറി ഒന്നുമില്ലാതെ തന്നെ അത് ഭേദമാവുകയും ചെയ്തു. അത് ഉടമ്പടി തൈലം, നേർച്ചവസ്തുവായ ഉടമ്പടി തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് അത് അവൾക്ക് പൂർണ്ണമായിട്ടും സൗഖ്യം ലഭിച്ചത്. അടുത്തതായിട്ട് എൻ്റെ അച്ഛന് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അച്ഛന് 2023 അച്ഛന് ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ കൈക്ക് സൈഡിൽ ഒരു പെരുപ്പ് പോലെ അനുഭവപ്പെട്ടു. അങ്ങനെ അച്ഛൻ തന്നെ 2 വീലർ ഉപയോഗിച്ച് അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ പോവുകയും അപ്പോൾ ക്ലിനിക്കിൽ ചെന്നപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇഞ്ചക്ഷൻ എടുത്തു വിട്ടു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു ഉച്ചയാകാറായപ്പോഴത്തേന് അച്ഛന് വീണ്ടും ഒരു സൈഡിൽ ഒരു തളർച്ച പോലെ, ലെഫ്റ്റ് സൈഡിൽ ഒരു തളർച്ച പോലെ തോന്നുകയും അങ്ങനെ അടുത്ത് തന്നെയുള്ള വേറൊരു ക്ലിനിക്കിലേക്ക് പോവുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ ECG എടുത്ത് ടെസ്റ്റുകളെല്ലാം ചെയ്തപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല, BP കുറച്ച് കൂടിയതാ, അല്ലാതെ പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഒരു 5:30-6 മണി ആയപ്പോഴേക്കും അച്ഛന് ചെയറിലിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഒരു സൈഡ് ഫുള്ള് തളർന്നു പോകുന്നത് പോലെ തോന്നി. അങ്ങനെ ഞങ്ങളൊരു ഓർത്തോയെ കൊണ്ടു ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സ്ട്രോക്ക് വന്നതാണ്, ഇത്രയും സമയം എന്തിനാ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നത്, ഇത് പെട്ടെന്ന് തന്നെ നിങ്ങളങ്ങ് മെഡിക്കൽ കോളേജിലോട്ട് വണ്ടാനത്തോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ആംബുലൻസിൽ തന്നെ കൊണ്ടുപോയാൽ മതി, പ്രൈവറ്റിലോട്ടൊന്നും കൊണ്ടുപോകണ്ട, കൊണ്ടുപോയി കഴിഞ്ഞാൽ ICUവിലാക്കും, അവിടെ ന്യൂറോ ഒന്നും കാണത്തില്ല, പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വണ്ടാനത്തേക്ക് അച്ഛനെ കൊണ്ടുവന്നു. ആംബുലൻസിൽ കൊണ്ടുവന്നു. അപ്പോൾ ഈ ആംബുലൻസിൽ കരുനാഗപ്പള്ളിയിൽ നിന്ന് വണ്ടാനം വരെ എത്തുന്നിടം വരെയും ഞങ്ങൾ മാതാവിൻ്റെ കാശുരൂപവും വെച്ച് വിശ്വാസ പ്രമാണവും ചൊല്ലിക്കൊണ്ടേയിരുന്നു. അങ്ങനെ വണ്ടാനത്ത് എത്തിക്കഴിഞ്ഞ് ഡോക്ടർ CT എടുക്കുകയും ടെസ്റ്റുകൾ നടത്തുകയും ചെയ്തു. പക്ഷേ അച്ഛന് നമ്മൾ ഉദ്ദേശിച്ച അത്രയും പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഒരു സ്ട്രോക്ക് വന്ന ഒരാളിനെ ഈ 3.5 മണിക്കൂർ 4 മണിക്കൂറിനകം കൊണ്ടുവന്നില്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ആവുകയും എന്തെങ്കിലും ഒരു സൈഡ് തളരുകയോ അങ്ങനെയൊക്കെ സംഭവിക്കുകയോ ചെയ്യും, നിങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ് ഇതൊന്നും സംഭവിക്കാഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം മാത്രം ഹോസ്പിറ്റലിൽ കിടക്കുകയും അവിടുന്ന് 3-ാമത്തെ ദിവസം അച്ഛൻ ഡിസ്ചാർജ് ആവുകയും ചെയ്തു. അതും ഉടമ്പടി തൈലവും കാശുരൂപവും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് അച്ഛന് സൗഖ്യം ലഭിച്ചത്. അടുത്തതും അച്ഛൻ്റെ തന്നെ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അച്ഛൻ 2 വീലറിൽ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു പട്ടി കുറുക്കിയാടുകയും അച്ഛൻ സൈഡിലേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ അച്ഛനെ അവിടുന്ന് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു വലിയ കുഴപ്പമില്ല, ചെറിയൊരു ക്രാക്കാണ്, അത് റെസ്റ്റ് എടുത്താൽ മാറും, 4 ദിവസം കഴിഞ്ഞ് വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അച്ഛന് ശക്തിയായിട്ടുള്ള പെയിൻ ആവുകയും കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത രീതിയാവുകയും ചെയ്തു. അപ്പോഴും ഞങ്ങൾ ഉടമ്പടി തൈലം നേർച്ചവസ്തുക്കളെല്ലാം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഉടമ്പടി തൈലം എല്ലാം അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അച്ഛന് ബെഡിൽ കിടക്കാൻ വയ്യ, ചെയറിലിരുന്നായിരുന്നു ഉറങ്ങിയിരുന്നത്. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പോൾ അവർ സ്കാൻ ചെയ്ത് CT എടുത്തപ്പോൾ പറഞ്ഞു ഇത് നല്ല ഫ്രാക്ചർ ആയിട്ടുണ്ട്, ഇടുപ്പല്ലിനാണ്, നല്ല ഫ്രാക്ചർ ആയിട്ടുണ്ട്, ഇത് സർജറി ചെയ്താലേ പറ്റുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് അങ്ങ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകൂ, മെഡിക്കൽ കോളേജിലാവുമ്പോൾ നല്ല ഡോക്ടർമാരൊക്കെ ഉണ്ട്, എത്രയും പെട്ടെന്ന് എത്തിക്കാവോ അത്രയും നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനെ അവിടുന്ന് ആംബുലൻസിൽ അങ്ങ് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി.
അവിടെ ചെന്നു ഡോക്ടർ നോക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് സർജറി ചെയ്താലേ പറ്റുള്ളൂ. ഇത്രയും 4 ദിവസമായിട്ടും 4 ദിവസം കൊണ്ടിരിക്കുക. അത് പെട്ടെന്ന് ആ ടൈമിലായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് സർജറി ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇനി സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഇത് സക്സസ് ആകുമോ എന്നറിയില്ല. ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് ട്രാക്ഷൻ ഇട്ട് നോക്കാമെന്നും പറഞ്ഞ് അച്ഛൻ്റെ കാലിൽ ട്രാക്ഷൻ ഇട്ട് നല്ല നീരായിട്ടിരിക്കും. അച്ഛൻ 4 ദിവസമായിട്ട് കിടന്നുറങ്ങാൻ പോലും വയ്യാതെ ചെയറിലിരുന്നായിരുന്നു ഉറങ്ങുന്നത്. അങ്ങനെ ട്രാക്ഷൻ ഇട്ട് കഴിഞ്ഞപ്പോൾ അമ്മയുടെ കയ്യിൽ ഉടമ്പടി തൈലവും കാശുരൂപവും ഉണ്ടായിരുന്നു. അമ്മ ആ ഉടമ്പടി തൈലം അച്ഛൻ്റെ കാലിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. സർജറി ചെയ്യേണ്ടി വരല്ലേ, എത്രയും പെട്ടെന്ന് ഇത് ഭേദമാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, നോക്കാം, ട്രൈ ചെയ്യാൻ, ട്രാക്ഷൻ ഇട്ട് നോക്കാം, പറ്റിയാൽ എന്താണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. സർജറി ചെയ്താലും സക്സസ് ആകത്തില്ല, കാരണം ഇത് സംഭവിച്ചിട്ട് 4 ദിവസമായി. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനെ അവിടെ അഡ്മിറ്റാക്കി. പിറ്റേ ദിവസം ആയപ്പോഴേക്കും അച്ഛൻ്റെ കാലിൻ്റെ നല്ല നീര് വെച്ചിട്ടുണ്ടായിരുന്നു കാലിന്. അപ്പോൾ ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ കാലിൻ്റെ നീര് കുറഞ്ഞു. ട്രാക്ഷൻ ഇട്ട് വെയിറ്റ് വിട്ട് പറഞ്ഞു 48 ദിവസം ഇങ്ങനെ ഒരേ കിടപ്പ് തന്നെ ഇങ്ങനെ ട്രാക്ഷൻ ഇട്ട് കിടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 8ാമത്തെ ദിവസം അവിടെ നിന്നും അച്ഛനെ ഡിസ്ചാർജ് ആക്കി. ആംബുലൻസിലാണ് അച്ഛനെ, വീട്ടിലേക്ക് കിടന്നുകൊണ്ട് തന്നെയാണ് അച്ഛൻ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്, എണീക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് അച്ഛനെ ആംബുലൻസിൽ 8 ദിവസം കഴിഞ്ഞപ്പോൾ ആംബുലൻസിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിലെത്തിയപ്പോഴും ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഉപയോഗിച്ചിരുന്നു. അങ്ങനെ 48 ദിവസം എന്ന് പറഞ്ഞത് 24 ദിവസം ആയപ്പോഴേക്കും, അതിൽ കുറച്ച് ദിവസം ആയപ്പോഴത്തേന് അച്ഛൻ ഈ വെയിറ്റ് ഇടുന്നതിനകത്ത്, വെയിറ്റ് ഇട്ടതിനകത്ത് എന്തോ ഇറിറ്റേഷൻ പോലെ ആ വെയിറ്റ് കിടക്കുന്നത് കൊണ്ട് തോന്നി. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ഈ വെയിറ്റ് മാറ്റുകയേ ചെയ്യരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ അച്ഛൻ്റെ ഈ ഇറിറ്റേഷൻ കാരണം വെയിറ്റിൻ്റെ കുറച്ച് വെയിറ്റ് ഒന്ന് മാറ്റി കൊടുത്തു. അത് ഡോക്ടർമാർ അറിഞ്ഞിട്ടില്ല. അങ്ങനെ മാറ്റിയപ്പോൾ അച്ഛനപ്പോൾ ഒരു ആശ്വാസം കിട്ടി, ആ വെയിറ്റ് കുറച്ച് മാറ്റിയപ്പോൾ. അപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, കാലിൽ ഉടമ്പടി തൈലം, ആ മുറിവിൽ ഉടമ്പടി തൈലം എല്ലാം തേച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഷുഗറും ഒക്കെ ഉണ്ട്, അപ്പോൾ കമ്പി കിഴിച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിന് എന്തെങ്കിലും മുറിവ് പഴുക്കുവോ എന്തും ആകാമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. 48 ദിവസം പറഞ്ഞത്. 24ാമത്തെ ദിവസം അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പോൾ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ട്രാക്ഷൻ മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ ട്രാക്ഷൻ മാറ്റിയിട്ട് വീട്ടിൽ വിട്ട് കഴിഞ്ഞ് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ചെല്ലാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഒരു മാസം വീണ്ടും ഈ ട്രാക്ഷൻ എടുത്തടത്ത് നല്ല നീരുമെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉടമ്പടി തൈലവും എല്ലാം പുരട്ടി ഉപ്പ് വെള്ളത്തിനകത്തിട്ട് ചൂടുവെള്ളത്തിൽ ഉപ്പ് പിടിക്കുമായിരുന്നു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് വീണ്ടും അച്ഛനെ കൊണ്ടുചെന്ന് കഴിഞ്ഞ് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഡോക്ടറിന് തന്നെ അതിശയമായിപ്പോയി. ഡോക്ടർ പറഞ്ഞു ഇയാൾ ഇങ്ങനെ ഒന്നും എണീറ്റ് നടക്കുമെന്ന് പോലും പ്രതീക്ഷിച്ചില്ല, സർജറി ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ് ആകത്തില്ലായിരുന്നു, ഇയാൾ എണീക്കത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഇത് അത്ഭുതമാണ്, 2 സൈഡും ഇടുപ്പല്ലായിരുന്നു. അപ്പം 2 സൈഡിലെയും ഇപ്പോൾ ഒരുപോലെ, ഒരു സാധാരണ ഒരു മനുഷ്യന് എങ്ങനെയാണ് 2 സൈഡും ഇരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഫ്രാക്ചറുകളല്ല, ഇത് മൊത്തം ഒടിഞ്ഞു പോയതായിരുന്നു. ഈ ഫ്രാക്ചറുകളെല്ലാം മാറി 2 സൈഡും ഒരേപോലെ ഇരിക്കുന്നുവെന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു നടക്കുന്ന സമയത്ത് ഒരു സ്റ്റിക്ക് കയ്യിൽ പിടിക്കണം, ഒരു സപ്പോർട്ടിന് വേണ്ടി ഒരു സ്റ്റിക്ക് കയ്യിൽ പിടിക്കണമെന്ന് പറഞ്ഞു. ഡോക്ടറിന് അറിയത്തില്ല. ഡോക്ടർ വിചാരിച്ചു ഇങ്ങനെ സംഭവിക്കുന്ന പേഷ്യൻ്റൊക്കെ പെട്ടെന്ന് നടക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ സ്റ്റിക്കിൻ്റെ ഒന്നും ഒരു സഹായവും വേണ്ടി വന്നില്ല. കാരണം അമ്മ മാതാവിൻ്റെ സഹായം ഉള്ളപ്പോൾ നമുക്ക് സ്റ്റിക്കിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അച്ഛൻ ഇപ്പം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാറിലായിരുന്നു അച്ഛൻ ഹോസ്പിറ്റലിൽ പോകുകയെല്ലാം ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഇന്ന് ഇത്രയും ദൂരം, ഞങ്ങൾ ശൂരനാടാണ്, അവിടെ നിന്ന് ഇവിടം വരെ അച്ഛൻ ബസ്സിൽ കയറുന്നതിനും പ്രശ്നമില്ലായിരുന്നു, ഇവിടെ വരുന്നതിനും അച്ഛൻ നടക്കുന്നതിനും ഒന്നും ഒരു കുഴപ്പവുമില്ലായിരുന്നു. ഇതെല്ലാം അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ് ഈ രോഗസൗഖ്യം. കാണാൻ വരുന്നവരെല്ലാം പറയുമായിരുന്നു ഇത് എണീക്കത്തില്ല, ഇനി ഇങ്ങനെ കിടക്കത്തതേ ഉള്ളൂ. അപ്പോൾ അത് കേൾക്കുമ്പോൾ അച്ഛനും വിഷമമായിരുന്നു, ഞങ്ങൾക്കെല്ലാം വിഷമമായിരുന്നു. പക്ഷേ എത്ര പെട്ടെന്ന് റിക്കവർ ആയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഇപ്പോൾ കാണുന്നവർക്കെല്ലാം അതിശയമാണ്, അച്ഛൻ ഇങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോൾ എല്ലാവർക്കും അതിശയമാണ്, ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരാൾ നടക്കുന്നത്. സാധാരണ ഇങ്ങനെ പറ്റിയ പേഷ്യൻസ് ഒന്നും ഇത്രയും പെട്ടെന്ന് റിക്കവറായി നടക്കില്ല. ഇതെല്ലാം അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചതാണ്. ഇനിയും ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്, അത് കൂടെ ആളില്ലാത്തത് കൊണ്ട് അത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ
പ്രേക്ഷിത പ്രവർത്തനം പത്രം എല്ലാവർക്കും വിശ്വാസ പ്രമാണം ചൊല്ലി അത് അർഹതപ്പെട്ടവർക്കാണ് ഈ പത്രം കൊടുത്തിരുന്നത്. പത്രം കൊടുക്കുന്നതിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ ഞങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് എല്ലാവരെയും ഞങ്ങൾ പറഞ്ഞു തന്നെ കുറേ ആൾക്കാർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങളുടെ അവിടെ ഒരു കൃപാസനം ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഞങ്ങൾ കുറേ ആൾക്കാർ ചേർന്ന്, മെയിനായിട്ട് ഒരു ചേച്ചിയും ഒരണ്ണനുമാണ് ഇതിൻ്റെ ഈ ഗ്രൂപ്പ് നടത്തുന്നത്. അവിടെ ഞങ്ങൾ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ചേർന്ന് കാശ് പിരിച്ച് ഫുഡ് ഉണ്ടാക്കി എല്ലാ മാസത്തെയും രണ്ടാമത്തെ തിങ്കളാഴ്ച കരുനാഗപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അമ്മ മാതാവിൻ്റെ പേരിൽ കൊണ്ടുവന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട്. അതുപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായങ്ങൾ എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. അതുപോലെ എൻ്റെ കുട്ടികൾക്കാണെങ്കിലും അവരുടെ പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും അമ്മ മാതാവിൻ്റെ സഹായം കൊണ്ട് കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും രാവിലെ 2 പേർക്കും ഞാൻ ഉടമ്പടി തൈലം അവരുടെ നെറ്റിയിൽ തൊട്ട് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് 2 പേരെയും സ്കൂളിലേക്ക് വിടുന്നത്. ഈ ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിൽ പിന്നെ ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കുറേ കാര്യങ്ങൾ ഇനി സാധിക്കാനുണ്ടെങ്കിൽ അത് അമ്മ മാതാവായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു തരുമെന്ന് തന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ചിലപ്പം നമുക്ക് ചില കാര്യങ്ങളിൽ അനുഗ്രഹം കിട്ടാൻ കുറച്ച് താമസം എടുക്കും. എന്നാലും നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് നിരാശയൊന്നുമില്ല. കാരണം ഇപ്പോഴല്ല, എപ്പോഴാണെങ്കിലും അമ്മ മാതാവ് അത് സാധിച്ചു തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതുപോലെ ജീവിതകാലം മുഴുവൻ ഈ വിശ്വാസത്തിൽ തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾക്കായാലും ഇനി അവരുടെ ജീവിതത്തിൽ എന്ത് കിട്ടിയാലും അത് മെറിറ്റ് കൊണ്ടല്ല, ഗ്രേസ് കൊണ്ടാണ് കിട്ടുന്നതെന്ന് അവർ വിശ്വസിക്കണം. ആ വിശ്വാസത്തിൽ അവർ വളരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അമ്മ മാതാവിനോട് അതാണ് പ്രാർത്ഥിക്കുന്നത്. ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഈ വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകുമെന്നും അമ്മ മാതാവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും, ഉടമ്പടി എടുത്ത എല്ലാവർക്കും, ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും അമ്മ മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി സ്തോത്രവും ആദ്യം തന്നെ അർപ്പിക്കുന്നു. എൻ്റെ പേര് ജിനി, ഇതെൻ്റെ ഹസ്ബൻഡ് ടിനു. ഞാൻ ആദ്യമായിട്ടാണ് ഈ പള്ളിയിൽ വരുന്നതും ആദ്യമായിട്ടാണ് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നതും. 2022 മുതലൊക്കെ എനിക്ക് മാതാവിനെ അറിയാമായിരുന്നു. അന്ന് മുതലേ ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും അതിൽ കൂടി എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്തു. 2022 ഞാൻ യു കെയിൽ പോകുന്നത്. അവിടെ ഞാൻ സീനിയർ കെയർ വിസയായിട്ടാണ് പോകുന്നത്. ഞാൻ അവിടെ വർക്ക് ചെയ്തതോട് റെസിഡൻഷ്യൽ ഹോമിലായിരുന്നു. ആ സമയത്ത് അവിടെ ഒരു റൂള് വന്നു. ഞാനൊരു നേഴ്സാണ് ബൈ പ്രൊഫഷൻ. ആ സമയത്ത് അവിടെ ഒരു റൂള് വന്നു, 1 ഇയർ ഒരു നേഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്ത് റെഫറൻസ് കിട്ടിയാൽ അവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാമെന്ന്. പക്ഷേ ഞാനൊരു റെസിഡൻഷ്യൽ ഹോമിലായതിനാൽ എനിക്ക് അങ്ങനെ ഒരു റെഫറൻസ് കിട്ടത്തില്ലായിരുന്നു. ഞാൻ മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു നേഴ്സിംഗ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. ഹസ്ബൻഡ് അവിടെ നേഴ്സിംഗ് ഹോമിൽ ചെന്ന് ചോദിച്ചു ഒരു വിസ കിട്ടുമോ എന്ന്. അവിടെ മാനേജ്മെൻറ്റ് പറഞ്ഞു ഇപ്പോൾ ആർക്കും വിസ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൂടുതൽ മാതാവിനെ ശക്തമായി പ്രാർത്ഥിച്ചതിനാൽ 2 ആഴ്ചകൾക്ക് ശേഷം ഞാൻ ഹസ്ബൻഡും കൂടി പോയി. ഞാൻ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഒരു നേർച്ച വസ്തുവായ ഉപ്പ് കൊടുത്തിട്ട് പറഞ്ഞു, വിശ്വാസ പ്രമാണം ചൊല്ലി ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഉപ്പിട്ടിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. ഹസ്ബൻഡ് അതുപോലെ തന്നെ ചെയ്തു. ഹസ്ബൻഡ് അവിടെ ചെന്ന് കയറി ഓൺ ദ സ്പോട്ടിൽ തന്നെ അവർ വിസ കൊടുക്കാമെന്ന് തന്നെ പറയുകയും ഞാൻ ആ സമയത്ത് താഴെ കാറിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പം തന്നെ എന്നെ വിളിച്ച് ഇൻ്റർവ്യൂവിനായിട്ട് അന്നേരം തന്നെ എന്നെ വിളിച്ചു. അവരൊരു കാഷ്വൽ ക്വസ്റ്റ്യൻസ് അല്ലാതെ വേറൊന്നും എന്നോട് ചോദിച്ചില്ല. എന്നെ അങ്ങനെ അവർ ഇൻ്റർവ്യൂ പാസ്സാക്കി. വിത്തിൻ 3 ഡേയ്സിനുള്ളിൽ എൻ്റെ വിസ പ്രോസസ്സിങ് എല്ലാം ഫിനിഷായി. എനിക്ക് അവർ വിസ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പം ഞാൻ അവിടെ 9 മാസമായിട്ട് അവിടെ സീനിയർ കെയറായിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് അവിടെ ഓസ്കിയുടെ എക്സാം എഴുതണമായിരുന്നു. എനിക്ക് അത് ആകെ 3 അറ്റംപ്റ്റ് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ അറ്റംപ്റ്റ് എനിക്ക് ഒരാളുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ പറയുവാനോ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു കൂട്ടത്തിലാണ്. എവിടെയെങ്കിലും ഒരു സ്റ്റക്കായെങ്കിൽ എനിക്ക് ഒന്നും പറയാനായിട്ട് കിട്ടത്തില്ല. ഞാൻ എക്സാം കയറുന്നതിന് മുമ്പേ അവിടെ ഉടമ്പടി നേർച്ച വസ്തുവായി ഉപ്പിട്ടിട്ട് അവിടെ കയറി അമ്മയുടെ കാശിരൂപ എൻ്റെ കയ്യിൽ മുറുകി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഒരു പേടിയും കൂടാതെ തന്നെ ആ എക്സാം ഫുൾ കംപ്ലീറ്റ് ആക്കുകയും
ടോട്ടൽ 10 സ്റ്റേഷൻ ഉണ്ടായിരുന്നു. 10 സ്റ്റേഷനും ഞാൻ അവിടെ കംപ്ലീറ്റ് ആയി. അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകുകയും ചെയ്തു. അതും അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ കരുതുന്നു. പിന്നെ 2025 ഫെബ്രുവരി 19 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. ആ ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡിന് ഒരു ഹയർ പൊസിഷൻ കൊടുക്കണേ എന്ന്. ആ ഉടമ്പടിയിൽ വെച്ച് വിത്തിൻ 1 മന്തിനുള്ളിൽ ഹസ്ബൻഡിന് അവരൊരു ഹയർ പൊസിഷൻ കൊടുക്കുകയും ചെയ്തു. ഞാൻ ഈ പുതിയ നേഴ്സിംഗ് ഹോമിലോട്ട് വന്നത് കെയറായിട്ടായിരുന്നു. ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ട് ഒരു 5 മന്തേ ആയിട്ടുള്ളായിരുന്നു. ഒരിക്കലും ആർക്കും അങ്ങനെ ഒരു 5 മന്തിൽ കഴിഞ്ഞ് ഒരു സീനിയർ കെയറായിട്ട് അവർ അപ്പോയിൻമെൻറ്റ് ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ എന്നെ വിത്തിൻ 5 മന്ത്സിനുള്ളിൽ എന്നെ അവിടെ അവർ സീനിയർ കെയറായിട്ട് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം അമ്മയുടെ ഒരു കരുതലും സംരക്ഷണവും ആണെന്ന് ഞാനും എൻ്റെ കുടുംബവും പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നേഴ്സിംഗ് ഹോമിലായി വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അവിടുത്തെ അപ്പച്ചനെ അമ്മച്ചിമാരെയും നല്ല രീതിയിൽ നോക്കുവാനും കരുതുവാനും എല്ലാം പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നാട്ടിലോട്ട് എന്നെ കഴിയുന്ന വിധത്തിൽ ഞാൻ അനാഥ മന്ദിരത്തിലോട്ട് എല്ലാ മാസവും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ പൈസ കൊടുക്കുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്യുന്നത് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും കേൾക്കുകയും അത് സ്റ്റേറ്റസായിട്ട് ഇടുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യും. അതുപോലെ എല്ലാ ചൊവ്വാഴ്ചകളും അച്ഛൻ്റെ പ്രസംഗം കേൾക്കുകയും അത് ഷെയർ ചെയ്യുകയും സ്റ്റേറ്റസായിട്ട് ഇടുകയും ചെയ്യും. ഇത്രയും തന്നെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി സ്തോത്രം അർപ്പിക്കുന്നു.